പാലക്കാട് കോൺഗ്രസിൻ്റെ മിന്നൽ നീക്കം. ബി.ജെ.പിയോട് ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറി വിട്ട സ്നേഹത്തിൻ്റെ കടയിലേക്ക് സന്ദീപ് വാര്യരുടെ എത്തിയെന്നാണ് സന്ദീപ് വാര്യരുടെ ആദ്യ പ്രതികരണം. താൻ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞതിന് കാരണക്കാരൻ കെ സുരേന്ദ്രനാണെന്ന് സന്ദീപ് വാര്യർ വ്യക്തമാക്കി. ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു എന്ന് ബി.ജെ.പി വിശദീകരിക്കണമെന്നും സ്ഥാനാർത്ഥി ഉൾപ്പെടെ മറുപടി പറയണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെയാണ് 17 പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ബി.ജെ.പി നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടാൻ. 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. UAPA ചുമത്തിയ കേസിൽ 17 പ്രതികൾക്ക് ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി? എന്തുകൊണ്ട്? സുപ്രീം കോടതി കൗൺസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായപ്പോൾ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി ബി.ജെ.പിയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസന് വേണ്ടി ഹാജരായില്ല? ആൽവിൻ തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. ആൽവിൻ, കള്ളപ്പണം കരുവന്നൂർ, കൊലപാതകം കരുവന്നൂർ, കെ സുരേന്ദ്രൻ, ഒരുപക്ഷെ ബി.ജെ.പിയിൽ നിന്ന സന്ദീപിനേക്കാൾ ഭയക്കേണ്ടത് ബി.ജെ.പി വിട്ടിറങ്ങിയ സന്ദീപിനെയാണ് എന്ന് ഒരുപക്ഷെ ബി.ജെ.പിക്ക് ബോധ്യമുണ്ടായിരിക്കാം. നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആരോപണങ്ങൾ ഓരോന്നോരോന്നായി തൊടുത്തുവിടുന്നുണ്ടോ സന്ദീപ്? ലാല, തീർച്ചയായും ഒരു ബി.ജെ.പി പാളയത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നൽകിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഈ പാലക്കാട്ടിൻ്റെ അവസാന തെരഞ്ഞെടുപ്പ് ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് വന്നത്. എങ്ങനെ ഗുണം ചെയ്യും? ശ്രീ വി.കെ. ശ്രീകണ്ഠൻ MP നമ്മളോട് ചേരുന്നു. പാലക്കാട്ടെ UDF തെരഞ്ഞെടുപ്പ് ക്യാമ്പ് അത്യധികം ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. കാരണം സംഘപരിവാർ ശക്തികളുടെ ഒരു മുഖമായിരുന്ന, കുറേ വർഷങ്ങളായിട്ട് സംഘപരിവാറിന് വേണ്ടി വാദിച്ചിരുന്ന RSSനും BJPക്കും വേണ്ടി നിലകൊണ്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ നയവും നിലപാടും വ്യക്തമാക്കിയിരിക്കുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസ് പാർട്ടി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷം, ആഹ്ലാദം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വളരെയധികം ഗുണം ചെയ്യും. ചില ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ആ പാർട്ടിയിലെ അന്തഛിദ്രം, ആ പാർട്ടിയിലെ വിഭാഗീയത, ആ പാർട്ടിയിലെ വെറുപ്പ്, ആ പാർട്ടി സൈഡ് ലൈൻ ചെയ്യുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് സന്ദീപ് സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നാളുകളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ബി.ജെ.പി പാളയത്തിലാകെ മൂകമാണോ കാര്യങ്ങൾ? ബി.ജെ.പി പാളയത്തിൻ്റെ അവസ്ഥ അതോ ഗതിയാണ്. അതിനേക്കാൾ അപ്പുറമാണ് CPMൻ്റെ പാളയം. ഇതേ സന്ദീപ് വാര്യരെ പുകത്തി പാടിയവരാണ് AK ബാലനും അതുപോലെ MP ഗോവിന്ദനും MP രാജും. അവർ പറഞ്ഞത് സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ്. ഇപ്പോൾ CPM എവിടെ വെട്ടൽ വീണു? എന്താണ് ബൂമറാങ് കറങ്ങിയടിച്ച പോലെയായി CPMൻ്റെ അവസ്ഥ. അപ്പോൾ രണ്ട് മുന്നണികളും പൂർണ്ണമായും പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. UDF വിജയ പ്രതീക്ഷയിൽ തന്നെ നിന്നിരുന്നത്. ആ പ്രതീക്ഷ കൂടുതലായിട്ട് സന്ദീപ് വാര്യരുടെ വരവോടുകൂടി ഊർജിതമായിരിക്കുകയാണ്. ഈ പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയത്തെ ഇതെങ്ങനെ ബാധിക്കും? പാലക്കാട്ട് മതേതര മനസ്സാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾ നോക്കണം, വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഒരു ചാൻസ് കൊടുക്കാതെ ഇതിലും വലിയ പ്രഗത്ഭർ മത്സരിച്ചപ്പോൾ പോലും ആ നിലപാടിൽ ഉറച്ചു നിന്ന പാലക്കാടൻ ജനതയ്ക്ക് കുറച്ചും കൂടെ കരുത്ത് സന്ദീപ് വാര്യരുടെ വരവോടുകൂടി കിട്ടും. അതാണ് വളരെ വിശദമായി വി.കെ. ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെപ്പറ്റി അടക്കം അദ്ദേഹം പറയുകയാണ് എന്നുള്ളതാണ്. അതായത് സന്ദീപ് വാര്യർ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ ഈ പാളയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു അത് സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെയും ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെയും വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ബി.ജെ.പി പാളയത്തിൽ വലിയ കോംപ്രമൈസ് രാഷ്ട്രീയം നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നു. CPMുമായി ചില കോംപ്രമൈസ് രാഷ്ട്രീയം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് കരുതാൻ. ഏതായാലും വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് നൽകിക്കൊണ്ടാണ് ബി.ജെ.പി പാളയത്തിൽ കോൺഗ്രസ് കടന്നു കയറിയിട്ടുള്ളത്. സന്ദീപ് വാര്യരുമായി ഈ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ വലിയ അതായത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. സോഷ്യൽ മീഡിയയിലും ഹാപ്പിയാണ്, പുറത്തെ സോഷ്യലായിട്ടുള്ള മീഡിയകളിലും ഞങ്ങൾ ഹാപ്പിയാണ്. ഫിസിക്കലായി ഹാപ്പിയാണ്, മെന്റലായിട്ടും ഹാപ്പിയാണ്. പരസ്പരം വലിയ തോതിൽ പോരടിച്ചവരാണ്. അപ്പോൾ എങ്ങനെ വരുന്നു ഈ സന്ദീപ് വാര്യരുടെ ഈ വരവിനെ എങ്ങനെ കാണും? തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ അദ്ദേഹം ഇത്രയും നാളും പിടിച്ച ആശയം അത് വിഷമാണ്, വിഷലിപ്തമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അദ്ദേഹം നേരായ പാതയിലേക്ക് വരുന്നു. അദ്ദേഹം ഒരു കൊല്ലം ഈ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്
കോൺഗ്രസ് അല്ലെങ്കിൽ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒരേ രീതിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് വ്യക്തമാണ്, സെക്യുലർ ഫാബ്രിക് വ്യക്തമാണ്. അപ്പോൾ ആ സെക്യുലർ ഫാബ്രിക്കിനെ മുറുക്കെ പിടിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനമാണ് നല്ലത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സന്ദീപ് വാര്യർ ഒരു യഥാർത്ഥ കോൺഗ്രസ് വാരിയർ ആയിരിക്കും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വരും ദിവസങ്ങളിലെ പ്രചാരണം തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ ഉറപ്പായിട്ടും ഞങ്ങളുടെ പ്രചരണ ഘട്ടത്തിലുണ്ടാവും. വലിയ ബന്ധുബലമുള്ള വ്യക്തിയാണ് ശ്രീ സന്ദീപ് വാര്യർ. അത് BJP തിരിച്ചറിയുന്നില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അണികളുടെ ഇടയിൽ തന്നെ ഈ വികാരമുണ്ട്. കാരണം BJPയും CPM തമ്മിലുള്ള ഡീൽ കെ സുരേന്ദ്രനും പിണറായി വിജയനും ഒന്നാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയ വർഗീയത ഈ നാട്ടിൽ പരത്താൻ കൊള്ളില്ല. കേരളം എന്നാൽ ഒരു മതേതരത്വത്തിൻ്റെ നാടാണ് എന്ന് ഒരു സാധാരണ BJPക്കാരൻ അണികളുടെ ഉള്ളിൽ വരെ ഈ സന്ദീപ് വാര്യരെ പോലെ ചിന്തിക്കുന്ന BJPയുടെ അണികളുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടുതലായി കോൺഗ്രസിലേക്ക് കടന്നു വരും. രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പാണ് ശരി എന്നവർ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിലും ഈ പ്രചരണ ഘട്ടത്തിൽ മാത്രമല്ല അടുത്ത പ്രചരണ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത് ഞങ്ങൾക്ക് ശക്തി പകരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വളരെ വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അബിൻ വർക്കി നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. സന്ദീപ് വാര്യർക്ക് വലിയ ബന്ധുബലമുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അത് വളരെ പൂർണ്ണമായും കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിയും. BJP തിരിച്ചറിയാതെ പോയ ബന്ധുബലം അല്ലെങ്കിൽ സുഹൃത്ത് വലയം അത് പാലക്കാടിന് വലിയ തോതിൽ അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട്, വലിയ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ട്. അതിൽ സ്വാധീനം ചെലുത്താൻ കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപ് വാര്യർ എത്തിയതിനു ശേഷം കോൺഗ്രസ് ഓഫീസിൽ നിന്നാണ് നിലവിൽ നമ്മുടെ ആൽവിൻ സംസാരിച്ചത്.